ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തീയലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്തങ്ങ ഓലനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ കറി കഴിച്ചു മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു നോൺ വെജ് തീയൽ ഉണ്ടാക്കിയാലോ. നോൺ വെജ് തീയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു തീയൽ റെഡിയാക്കാം. വെജിറ്റേറിയൻസ് ക്ഷമിക്കുക, വെജിറ്റേറിയൻസിനുള്ള രീതി ഞാനിതിൽ പറയാം. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തീയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തീയൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു പിടി, കയ്യിൽ ഇങ്ങനെ ഒരു പിടി എടുക്കുമ്പോൾ അത്രയും ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ ഒരു തീയലിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക, അതുകൊണ്ടാണ് ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള എടുക്കരുത് കേട്ടോ, സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ ചിരവിയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തീയലിൻ്റെ അരപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് നമ്മുടെ തീയൽ നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 കപ്പ് തന്നെ തേങ്ങ എടുക്കുക. പിന്നെ വേണ്ടത് വാളൻപുളിയാണ്. വാളൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് വറുത്ത് പൊടിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കച്ചെമ്മീനാണ്. ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നമ്മളിത് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണമയം വരും ചെമ്മീനിൽ. അത് നമുക്ക് വേണ്ട. നന്നായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്, അരച്ചെടുക്കാനുള്ളതല്ല. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ചെമ്മീൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും ചേർക്കാം. കൂടുതൽ ചെമ്മീൻ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ക്രിസ്പിയായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു കിലുങ്ങുന്ന സൗണ്ട് വരും കേട്ടോ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഉണക്കച്ചെമ്മീൻ്റെ കളറൊക്കെ കണ്ടോ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലേക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീയലിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3-4 കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ കൂടെ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു 10-20 കുരുമുളക് ഉണ്ടാവും ഏകദേശം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, ഇതൊന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് കുറവാണെങ്കിൽ പൊടികൾ ചേർക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും കളറൊന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്, എങ്കിലും മുളക് പൊടിയുടെ ആ ഒരു എരിവ് ആവശ്യമാണ്. കുറച്ച് എരിവുള്ളൊരു തീയലാണിത്. അപ്പോൾ ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാതെ ചട്ടിയുടെ ചൂടിൽ തന്നെ പൊടികൾ കുക്കായി കിട്ടും. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. അതുപോലെ നോൺ സ്റ്റിക്ക് പാനിലാണ് നിങ്ങൾ തേങ്ങ വറുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ തേങ്ങ വറുക്കുക കേട്ടോ. തീയലിന് തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്താലാണ് തീയലിൻ്റെ ആ ഒരു നല്ല കളർ ഉണ്ടാവുക, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. നല്ല ഉണങ്ങിയ ജാറായിരിക്കണം മിക്സിയുടെ, ഒട്ടും നനവില്ലാത്ത ജാറിൽ നമ്മൾ ഉണക്കച്ചെമ്മീൻ പൊടിച്ചെടുക്കുക. അതേ ജാറിൽ തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുക്കാൻ പോകുന്നതും. തേങ്ങയും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടെ തേങ്ങ അരച്ചെടുക്കരുത്, ഒരു ഇളം ചൂടോടെ അരയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇളം ചൂടോടെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും, അരയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ മിക്സിയുടെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച അനുസരിച്ച് ഉള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേറെ ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. നീളത്തിൽ 2-3 പീസായിട്ടാണ് ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത്. അധികം തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഉള്ളി വഴറ്റി തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തീയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർക്കാം. മുരിങ്ങയ്ക്ക വണ്ണം കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ വേഗം കുക്കായി കിട്ടും. ഇല്ല വണ്ണം കുറവുള്ള ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരും കേട്ടോ. ഇത് വെജിറ്റേറിയൻസിന് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചേർക്കാതെ ഈ ഒരു തീയൽ ചെയ്യാവുന്നതാണ്. നോൺ വെജിറ്റേറിയൻസിന് ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടുള്ള തീയൽ ചെയ്യുന്നത്. അപ്പോൾ 2 ആളുകൾക്കും, നമ്മുടെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഉണക്കച്ചെമ്മീൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെള്ളമാണ്. മുരിങ്ങയ്ക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ലെവലിൽ മുരിങ്ങയ്ക്കയും ഉള്ളിയും നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുക്കാം നമുക്കിനി. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ പകുതി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാളൻപുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി വേണ്ട, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ചേർക്കുക. പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പുളിയും കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് ഈ ഒരു പുളി ഒന്ന് ചെറുതായിട്ട് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കുക. ഈ പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് ഉണ്ടെങ്കിൽ പുളിയൊക്കെ ഒന്ന് വറ്റി വന്നോളും. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നോളും. ഇതിനിരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ചേർത്തിട്ട് ഇത് കണ്ടോ, പുളിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഉണക്കച്ചെമ്മീൻ പൊടിച്ചെടുത്തതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണക്കച്ചെമ്മീൻ കുക്കായതുകൊണ്ട് തന്നെ ഇനി കുക്കാവാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ ഇതിൽ. നമ്മുടെ തേങ്ങയും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഒഴിക്കാൻ പറ്റും. നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാൻ പറ്റും അരപ്പ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിനി എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അരപ്പൊക്കെ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല കുറുകിയ കറിയാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും നമ്മളൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ലൂസായി കിട്ടാനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 2 പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ ചേർത്തതുകൊണ്ടാണ് ഉലുവപ്പൊടി ചേർക്കുന്നത്. നമ്മൾ നോൺ വെജ് റെസിപ്പീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫിഷ് ഐറ്റംസ് ചെയ്യുമ്പോൾ ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ നിങ്ങൾക്കിതിൽ ഉണക്കച്ചെമ്മീൻ പൊടിച്ച് ചേർക്കണം എന്നില്ല. ഉണക്കച്ചെമ്മീൻ നമ്മളിപ്പോൾ വറുത്തിട്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണക്കച്ചെമ്മീൻ അങ്ങനെ തന്നെ ചേർക്കുകയാണെങ്കിൽ, പൊടിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത പോലെ ചേർക്കുക. പിന്നെ പുളിയും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ പുളി ഈ സ്റ്റേജിലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്. കൂടുതൽ ടേസ്റ്റ് കറിക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ചില ആളുകൾക്ക് ചെമ്മീനൊക്കെ ചേർത്ത കറിയിൽ ശർക്കരയൊക്കെ ചേർക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേർക്കേണ്ട, അല്ലെങ്കിൽ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയുള്ള ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം, ചെറുതായിട്ടൊന്ന് കുറുകി വരണം നമ്മുടെ കറി. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തതിൻ്റെ കൂടെ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത്രയും ലൂസാക്കി എടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒരു 2 മിനിറ്റൊക്കെ തിളച്ച് കുറുകിയുണ്ടെങ്കിൽ നമ്മുടെ കറി പാകമായി കിട്ടും. ഒരുപാട് കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വരെ തിളപ്പിക്കാം. ഇല്ലെങ്കിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കുറുകി കിട്ടിക്കോളും. പിന്നെ ഇതൊന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തീയൽ 2 മിനിറ്റായിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വറവ് ചേർത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റിയത് വെളിച്ചെണ്ണയിലാണ്. അതുപോലെ തന്നെ തേങ്ങ വറുത്തപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറവ് ചേർക്കുന്നത് നമ്മുടെ കറി കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ആ വറവിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ വറവിട്ട് കൊടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകൊക്കെ മതി. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കടുകിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. തീയലാവുമ്പോഴും സാമ്പാറാവുമ്പോഴും ഒക്കെ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ ഉലുവ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നമ്മൾ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഉലുവയും കൂടി ചേർത്താലേ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ വറവിടുമ്പോൾ ഉള്ളി ചേർക്കാറുണ്ട്. ഞാൻ ഉള്ളി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയിൽ ആവശ്യത്തിന് ഉള്ളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനിയും ഉള്ളി ചേർക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറവ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ വറവിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു റെസിപ്പി ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഒരുപാട് പുളി ഒഴിക്കരുത്, ചെറിയൊരളവിൽ പുളി ഒഴിക്കുക. പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും, പുളി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പുളി ഒഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾക്ക് പുളി കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പുളി ചേർത്തോളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിയൊക്കെ എപ്പോഴും ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.